ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. രാജ്കോട്ട് സ്വദേശിയായ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അറസ്റ്റിലായത്. നേരത്തെ അറസ്റ്റിലായ രാജേഷ് കിംജിക്ക് ഇയാൾ പണം നൽകിയിരുന്നു. സജു തുടരുന്നുണ്ട്. സജു, എന്തൊക്കെ വിവരങ്ങൾ ഈ അറസ്റ്റിലായ ആളെപ്പറ്റി ലഭിക്കുന്നു? ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി, എന്തായാലും ഇന്നലെ രാത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രിയെ ആക്രമിച്ച കേസിലെ മറ്റൊരു പ്രതിയെ കൂടി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ അറസ്റ്റിലായ രാജേഷ് കിംജി സക്കരിയയുടെ സുഹൃത്തെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇയാളൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, രാജ്കോട്ട് സ്വദേശിയാണ്. ഇയാൾ ഈ പ്രതിക്ക് പണം നൽകി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. അതായത് കൃത്യമായ മേൽനോട്ടം അല്ലെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കെതിരെ ആസൂത്രണം ചെയ്തുള്ള അപകടമാണ്, ആക്രമണമാണ് ഉണ്ടായെന്നത് നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നായയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നായയെ സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുള്ള ആക്രമണമാണ് എന്ന് പറയുമ്പോൾ പോലും അത് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാനസിക രോഗമുണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലും അത് കൃത്യമാണോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസിൽ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പേര് അറസ്റ്റിലാകുമെന്നാണ് ഇപ്പോൾ പോലീസിന് നിഗമനം. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്ക് ഇത് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇയാളുടെ പേര് വിവരങ്ങൾ എന്തായാലും പോലീസ് ഇതുവരെ നൽകിയിട്ടില്ല. ഇന്നലെ രാത്രി കൂടിയാണ് ഇയാൾ അറസ്റ്റിലായിരിക്കും. ഇപ്പോൾ കേസിൽ 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. മുൻപ് അറസ്റ്റിലായ പ്രതിയാണ് ആക്രമിച്ചത്. ഇയാൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയുടെ പരിസരത്തൊക്കെ എത്തുന്ന ദൃശ്യങ്ങൾ, അതായത് ആക്രമണത്തിന് തലേ ദിവസം എത്തുന്ന ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. ഇയാളുമായി ബന്ധമുള്ള മറ്റു ചിലരുടെ ഫോൺ രേഖകളും പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മറ്റൊരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജ്കോട്ട് സ്വദേശിയാണ്. ഇയാളുടെ ഓട്ടോയിലാണ് ഈ ആക്രമണകാരി വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രാജേഷ് കിംജി സക്കരിയ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെ ആക്രമിച്ചത്. ഇയാൾക്ക് മറ്റെന്തെങ്കിലും പാർട്ടി ബന്ധങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങളോ ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ജിൽസി, ശരി.